ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കുക്കീസാണ് കാണിക്കുന്നത്. ഇത് കോഫി കുക്കീസാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തു. 1/4 കപ്പാണ് എടുത്തത് അളക്കാനായിട്ട്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. 2ാമത്തെ കപ്പും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തു കഴിഞ്ഞു. ഇതിനകത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. അത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തത്. 2 കപ്പ്, ആദ്യം ഞാൻ 1 കപ്പ് എടുത്തു, 1/4 കപ്പിന് 4 കപ്പ് എടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ 1 കപ്പ് കൂടെ കോൺഫ്ലോർ എടുത്തു. അങ്ങനെ ടോട്ടൽ ഞാൻ എടുത്തത് 2 കപ്പ് കോൺഫ്ലോറാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. 1 ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീണ്ടും ഞാൻ 1 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്തിലേക്ക്. കുറച്ചായിട്ടിപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസൊന്നും ഇടാറില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പം അബുദാബിയിലാണ്, അതുകൊണ്ടാണ്. 1 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. 75 ഗ്രാം ബട്ടർ ഉരുകാൻ വെച്ചിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഉരുക്കിയിട്ടാകുമ്പം പെട്ടെന്നത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുത്തത്. എന്നിട്ട് വീണ്ടും ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് സ്റ്റിക്കി അല്ലാത്ത നല്ലൊരു ഡോയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോഴിത് ഒരുവിധം ഒന്ന് ഞാൻ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി ഓരോ ബോൾസാക്കി എടുക്കുകയാണ്. ഇത് ബോൾസാക്കിയിട്ട് ബട്ടർ പേപ്പറിലേക്ക് വെക്കുകയാണ്. എയർ ഫ്രയറിൻ്റെ ബട്ടർ പേപ്പറാണ്, ചെറുതാണ്. അതുകൊണ്ട് ഒരു 5 എണ്ണ അതിനകത്തിൽ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നല്ല സ്പേസ് ഇട്ടിട്ട് വേണം ഇത് വെക്കാനായിട്ട്. കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലുതാകും. അങ്ങനെ ഇതൊരു 10 എണ്ണത്തിനുണ്ടായിരുന്നു, 10 ബോൾസ് ഉണ്ടായിരുന്നു. അത് 2ആയിട്ട് ഞാനത് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ അത് ഒരു 5 എണ്ണ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു, നെടുകയും കുറുകയുമായിട്ട്. അങ്ങനെ ഒരു ചെറിയ ഡിസൈൻ ഉണ്ടാക്കി. എന്നിട്ടിത് ഓവനകത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് എടുത്തു ഇതൊന്ന് ശരിയായി കിട്ടാനായിട്ട്. ആദ്യത്തെ ഒരു ട്രിപ്പ് ഓവനകത്തിലേക്ക് വെച്ചതിന് ശേഷം 2ാമത്തേത് ഞാൻ റെഡിയാക്കി. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് വെച്ചത് നല്ല അടിപൊളിയായിട്ട് കിട്ടി. പക്ഷേ 2ാമത്തെ വെച്ചത് എനിക്കൊന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തായിരുന്നു. അതെന്തോന്ന് പൊട്ടിയിട്ടുണ്ട്. വെന്ത് വന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ട്രിപ്പ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ ട്രിപ്പ് കുക്കീസും റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇതിന് ഞാനൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, നല്ല അടിപൊളി കുക്കീസ്. നല്ല ടേസ്റ്റുമായിരുന്നു. കോഫിയുടെ ടേസ്റ്റ്, സ്പെഷ്യൽ ടേസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.